നമസ്കാരം. ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ പാർവതി. പ്രധാന വാർത്തകൾ. പത്തനാപുരം, കൊട്ടാരക്കര ബ്ലോക്ക് പഞ്ചായത്തുകളിൽ ബജറ്റ് അവതരണം. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും കാർഷിക മേഖലയ്ക്ക് ഊന്നൽ. പത്തനാപുരത്ത് ബജറ്റ് അവതരണത്തിനിടെ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം. ചിതറ കുടിവെള്ള പദ്ധതിയുടെ തകർച്ച പരിഹരിച്ചു. ജലവിതരണം ഉടൻ പുനഃസ്ഥാപിക്കുമെന്ന് അധികൃതരുടെ ഉറപ്പ്. പദ്ധതിയുടെ പൈപ്പ് ലൈനുകൾ പുനഃസ്ഥാപിക്കാൻ നടപടി തുടങ്ങി. സംസ്ഥാനത്തെ നിരത്തുകളിൽ ടിപ്പർ ലോറികളുടെ സഞ്ചാര സമയം പുനഃക്രമീകരിച്ചു. ഹൈക്കോടതി നിരീക്ഷണത്തിലാണ് സർക്കാരിന്റെ പുതിയ ഉത്തരവ്. വാർത്തകൾ വിശദമായി. പുനലൂർ നഗരസഭയുടെ ബജറ്റ് ചർച്ച ശനിയാഴ്ച നഗരസഭാ കോൺഫറൻസ് ഹാളിൽ നടന്നു. വെള്ളിയാഴ്ച നഗരസഭാ ഉപാധ്യക്ഷൻ എസ് ബിജുവാണ് 41.95 കോടി രൂപയുടെ ബജറ്റ് അവതരിപ്പിച്ചത്. ഒരു ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷമായിരുന്നു ചർച്ച. നഗരസഭാ അധ്യക്ഷ രാധാമണി വിജയാനന്ദന്റെ അധ്യക്ഷതയിൽ വൈസ് ചെയർമാൻ എസ് ബിജു, മുനിസിപ്പൽ സെക്രട്ടറി സുജേതകുമാരിയമ്മ എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു ചർച്ചാ നടപടികൾ പുരോഗമിച്ചത്. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് വൈസ് ചെയർമാൻ എസ് ബിജു ബജറ്റ് അവതരിപ്പിച്ചത്. 41.95 കോടി രൂപ വരവും 38.72 കോടി രൂപ ചെലവും 3.23 കോടി രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത്. ഒരു ദിവസം ബജറ്റ് പഠിക്കുന്നതിന് സമയം നൽകിയതിനു ശേഷമായിരുന്നു ചർച്ച ആരംഭിച്ചത്. മുൻ നഗരസഭാ വൈസ് ചെയർമാൻ വി പി ഉണ്ണികൃഷ്ണനാണ് ബജറ്റ് ചർച്ചയ്ക്ക് തുടക്കമിട്ടത്. ഭരണ തുടർച്ചയുടെ ഭാഗമായി അവതരിപ്പിച്ച ബജറ്റ് ഈ സാമ്പത്തിക വർഷത്തെ ഏറ്റവും മികച്ച ബജറ്റും ദീർഘവീക്ഷണത്തോടെയുള്ള പദ്ധതികളുമാണെന്ന് ഭരണപക്ഷം വാദിച്ചു. എന്നാൽ ബജറ്റ് പൂർണ്ണമായും വ്യാജമാണെന്നും കഴിഞ്ഞ ബജറ്റ് തന്നെയാണ് ഇതെന്നും കവർ പേജും ചെയർപേഴ്സണും മാത്രമേ മാറിയിട്ടുള്ളൂവെന്നും പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. പ്രതിപക്ഷാംഗങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പ്രസംഗങ്ങളായി മാറുകയായിരുന്നു ഭരണപക്ഷത്തിന്റെ ബജറ്റ് ചർച്ച. ആ ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്നത് ഒരു ഫോക്കസ് എമൗണ്ടല്ല, 1.25 കോടി രൂപയാണ് ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്നത് 2014-15. അതുപോലെ തൊഴിൽ നിധിയുടെ സ്ലാബ് ഇതുവരെ വർദ്ധിപ്പിച്ചിട്ടില്ല. കേന്ദ്ര ഗവൺമെന്റാണ് തൊഴിൽ നിധിയുടെ സ്ലാബ് വർദ്ധിപ്പിക്കുന്നത്. ആ തൊഴിൽ നികുതി നമ്മളെ സംബന്ധിച്ച് 10-14 വർഷമായി സ്ഥിരമായി പോയിക്കൊണ്ടിരിക്കുന്ന തൊഴിൽ നികുതിയാണ്. ഈ ബഡ്ജറ്റില് കെട്ടും മട്ടും മാറി പുറം നാള് മാറി ചോദിച്ചാൽ കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഇതിനകത്ത് പെട്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഒന്ന് തന്നെയാണ്. ചില ഉദാഹരണങ്ങൾ മാത്രം. പേജ് നമ്പർ 58 കൊടുത്തിട്ടുള്ള ചില കാര്യങ്ങൾ ഒരു 75ഓളം കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിനു മുമ്പ് അതൊക്കെ 77 ആയിരുന്നു. അപ്പൊ കുറെ കാര്യങ്ങൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു, ചെയ്യും എന്നൊക്കെ പറയുന്നത് ചെയ്തെങ്കിൽ ഇത്രയും കാര്യങ്ങൾ വീണ്ടും അതിനകത്ത് ഉൾപ്പെടുത്തേണ്ട കാര്യമില്ലെന്നാണ് മനസ്സിലാക്കാൻ. ഒരു ഘട്ടത്തിൽ പ്രതിപക്ഷം ബജറ്റ് ചർച്ച ബഹിഷ്കരിച്ചതോടെ ചർച്ച അവസാനിപ്പിച്ച് നഗരസഭ ബജറ്റ് പാസാക്കുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പുനലൂർ നഗരസഭയുടെ ബജറ്റ് ചർച്ച ഭരണ പ്രതിപക്ഷ കക്ഷികളുടെ വാക്പോരിൽ കലാശിച്ചു. ബജറ്റിൽ പുതിയ പദ്ധതികൾ ഉൾപ്പെടുത്തിയിട്ടില്ലെന്നാരോപിച്ച് പ്രതിപക്ഷം ചർച്ച ബഹിഷ്കരിച്ചു. കാര്യമാത്ര പ്രസക്തമായ തിരുത്തലുകളോ നിർദ്ദേശങ്ങളോ കൂട്ടിച്ചേർക്കലുകളോ ചർച്ചാ വിഷയമായില്ല. വാർഡിന്റെ വികസനത്തിനോ പൊതുജന നന്മയ്ക്കോ ഉതകുന്ന രീതിയിൽ ബജറ്റ് ചർച്ച നടത്തുവാൻ ഭരണ പ്രതിപക്ഷാംഗങ്ങൾ തുനിഞ്ഞതുമില്ല. നഗരസഭ നേരിടാൻ പോകുന്ന ഭീമമായ സാമ്പത്തിക പ്രതിസന്ധിയോ കുടിവെള്ളക്ഷാമമോ ഇരു മുന്നണികളുടെയും പ്രതിനിധികൾക്ക് പ്രശ്നമേ അല്ല എന്ന നിലയിലാണ് ചർച്ചകൾ പുരോഗമിച്ചത്. കോൺഗ്രസ് കൌൺസിലറും മുൻ നഗരസഭാ ചെയർപേഴ്സണുമായ ബീന ശാമുവലിന്റെ വിമർശനങ്ങളെ ബാലിശമായ പിടിവാശിയെന്നാണ് മുൻ ചെയർപേഴ്സൺ വിമല ഗുരുദാസ് വിശേഷിപ്പിച്ചത്. നമുക്കറിയാം, ഈ പുനലൂർ പട്ടണത്തിൽ ഇന്ന് വളരെയേറെ വിഷമങ്ങളും കഷ്ടതകളും അനുഭവിക്കുന്ന ജനങ്ങൾക്ക് നമ്മുടെ UDF ഗവൺമെന്റ് കൊണ്ടുവന്ന ഈ ആശ്രയ പദ്ധതിയെ നടപ്പിലാക്കാൻ പോലും കഴിയാത്ത ഈ ഭരണാധികാരികൾ എന്തിനാണ് ഈ ഒരു ബഡ്ജറ്റ് 14-15 വർഷത്തെ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിനാണ് ഞാൻ ആലോചിക്കുന്നത്. അതുപോലെ നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ കൌൺസിലിലെ UDF കൌൺസിലേഴ്സിന്റെ എതിർപ്പിനെ വകവെച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഓട്ടം ആരംഭിച്ചു. ആ ഓട്ടത്തിന്റെ അടിസ്ഥാനത്തിൽ ഏതാണ്ട് അവിടെ ഇവിടെയൊക്കെ കുറച്ചുപേരെയൊക്കെ പിടിച്ചു ചേർത്ത് അർഹതയുള്ളവരെ, നമുക്കറിയാം ഇന്ന് കട്ടിലിൽ നിന്നും എഴുന്നേൽക്കാതെ പല വാർഡുകളിലും പാവത്തുകൾ കിടക്കുന്നുണ്ട്. അവരെയൊക്കെ വെട്ടി മാറ്റിയിട്ട് അർഹതയില്ലാത്തവരെ അതിനകത്ത് കടത്തി കൂട്ടി പുതിയ ലിസ്റ്റ് തയ്യാറാക്കി എന്നാണ് അറിയുവാൻ കഴിഞ്ഞത്. മറ്റു പഞ്ചായത്തുകളോ നഗരസഭകളോ നടത്താത്ത തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഈ നഗരസഭ നടത്തി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്.
ചർച്ച പുരോഗമിക്കുന്ന ഘട്ടത്തിൽ ബജറ്റ് ചർച്ചയിൽ നിന്നും വേറിട്ടുള്ള വിഷയത്തിൽ ഭരണ പ്രതിപക്ഷാംഗങ്ങൾ പരസ്പരം കൊമ്പുകോർത്തു. കഴിഞ്ഞ ബജറ്റിൽ പറഞ്ഞ പദ്ധതികൾ പൂർത്തീകരിക്കാതെയും പുതിയ പദ്ധതികൾ വാഗ്ദാനം ചെയ്യാതെയും നിരുത്തരവാദപരമായി അവതരിപ്പിച്ച ബജറ്റ് അംഗീകരിക്കുന്നില്ലെന്ന് പ്രഖ്യാപിച്ച് ബജറ്റ് ചർച്ചാ ഹാളിൽ നിന്നും മുദ്രാവാക്യം മുഴക്കി പ്രതിപക്ഷം ബഹിഷ്കരിച്ചു. ഗവൺമെന്റ് തലത്തിലാണ് ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റ്. ആ ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റിൽ ആരോ സ്വാധീനിച്ച്, അത് നിങ്ങളാണ് നിങ്ങൾ പറയുന്നില്ല, ആ ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റിൽ സ്വാധീനിച്ച് എങ്ങനെയും ഇത് ഡിലേ ചെയ്യിപ്പിക്കണം എന്നുള്ള രീതിയിൽ ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റ് ഒരു തീരുമാനമെടുത്ത് അത് പരിഹരിച്ച് റിപ്പോർട്ട് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ട്. അതാണ് അതിനെക്കുറിച്ച് പറയുവാനുള്ളത്. മറ്റൊന്ന്, 50 ലക്ഷം രൂപയാണ് മാറ്റിവെച്ചിരിക്കുന്നത്. 50 ലക്ഷം രൂപ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി വികസനങ്ങളെ മുരടിപ്പിക്കുന്ന, നെല്ലൂരിന്റെ വികസനങ്ങളെ മുരടിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് ഇവരുടെ ഭാഗത്ത് ഉണ്ടാകുന്നത്. അത്തരത്തിലുള്ള പ്രവർത്തനം ഹാളിന് പുറത്ത് നഗരസഭാ ഭരണത്തെയും ബജറ്റ് അവതരണത്തെയും നിശിതമായ ഭാഷയിലാണ് പ്രതിപക്ഷാംഗങ്ങൾ വിമർശിച്ചത്. ബഡ്ജറ്റിന്റെ കാര്യങ്ങളല്ല നഗരസഭയിൽ പറയുന്നത്, നഗരസഭയിലെ രാഷ്ട്രീയമാണ് പറയുന്നത്. ഈ നഗരസഭയുടെ ബഡ്ജറ്റിനെ പറ്റി യഥാർത്ഥത്തിൽ ഒന്നും പറയാനില്ല. കാരണം കഴിഞ്ഞ 10-18 കൊല്ലം കൊണ്ട് ഒരേ ഐറ്റങ്ങളാണ് ഈ ബഡ്ജറ്റിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഏത് കാര്യം അവർ ചെയ്തിട്ടുണ്ടോ അതൊന്നും നടപ്പിലാക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. ഇപ്പൊ 7 നിലയിലെ ലിഫ്റ്റ് സ്ഥാപിക്കുമെന്ന് കഴിഞ്ഞ വർഷം പറഞ്ഞിരുന്നു, കഴിഞ്ഞ വർഷം വരെ. ഇപ്പൊ അതില്ല. അങ്ങനെ പ്രത്യേകിച്ച് നമ്മുടെ ജനങ്ങൾക്ക് ഇപ്പോൾ വേണ്ടത് മറ്റ് സൗകര്യങ്ങളെക്കാൾ ഇന്ന് പുനലൂർ നഗരസഭയിൽ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത്, പൊതുജനങ്ങൾക്ക് ആവശ്യമുള്ളത് കുടിവെള്ളമാണ്. കുടിവെള്ളത്തിനുള്ള ഒരു പദ്ധതിയും ഇതുവരെ യാതൊരു കാരണവശാലും ഉൾക്കൊള്ളിച്ചിട്ടില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ 4 വർഷം മുമ്പ് സർവേ എടുക്കുന്നു എന്നും പറഞ്ഞ് ഈ കൗൺസിലിൽ പ്രകമ്പനം കൊള്ളിച്ച് ഇന്ന് 4 വർഷം വരെയും ജനങ്ങൾക്ക് വെള്ളം കൊടുക്കാതെ ഈ ഭരണാധികാരികൾ നടത്തുന്ന അക്രമത്തിനെതിരെ ഞങ്ങൾ ഈ കൗൺസിൽ ബഹിഷ്കരിക്കുകയാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതി 1 കോടി രൂപ ഗ്രാന്റ് ലഭിക്കുന്ന ഒരു പദ്ധതി 3 വർഷക്കാലം കൊണ്ട് നമ്മുടെ മുന്നിലുണ്ട്. പക്ഷേ നാളിതുവരെ അതിന്റെ ശരിയായ ഒരു പ്രോജക്റ്റ് കൊടുക്കുന്നതിനോ അതിന്റെ നടപടികളിലേക്ക് കടക്കുന്നതിനോ ഈ നഗരസഭയ്ക്ക് കഴിഞ്ഞിട്ടില്ല. ഏതാണ്ട് 90 ലക്ഷം രൂപ ഗ്രാന്റ് കിട്ടുന്ന, മാത്രമല്ല സെൻട്രൽ ഗവൺമെന്റിൽ നിന്ന് ലഭിക്കുന്ന പദ്ധതി വിഹിതം കൂടി ചേർത്ത് പദ്ധതി വിഹിതം 10 ലക്ഷം രൂപയും കൂടി ചേർത്ത് 1 കോടി രൂപയ്ക്ക് പ്രോജക്ട് ഉണ്ടാക്കി നടപ്പിലാക്കാൻ പോകുന്ന ഒരു വലിയ പദ്ധതി ഈ നഗരസഭയിലെ 2000-ഓളം വരുന്ന ഏറ്റവും താഴെത്തട്ടിലുള്ള BPL വിഭാഗത്തിലുള്ള പാവപ്പെട്ട ആളുകൾക്ക് നല്ല രീതിയിലുള്ള ശുചിത്വമുള്ള കക്കൂസ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വലിയ പദ്ധതി, അതും ഈ നഗരസഭ ഭരണാധികാരികൾ പൊളിച്ചു കളഞ്ഞു എന്നുള്ളതാണ്. ആ നിലയിൽ ഈ പട്ടണത്തിൽ ഉണ്ടാകേണ്ടുന്ന ഒരുപാട് വികസന പ്രവർത്തനങ്ങൾക്ക് ഉള്ള സാധ്യത നഷ്ടപ്പെടുത്തി നിരുത്തരവാദപരമായ പ്രവർത്തനങ്ങളുമായിട്ട് ഈ നഗരസഭ മുന്നോട്ട് പോകുന്നു. നഗരസഭയുടെ വികസന മുരടിപ്പിന് കാരണക്കാർ ഭരണകർത്താക്കളാണെന്നും പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ചിതറ കുടിവെള്ള പദ്ധതിയുടെ തകർന്ന പൈപ്പ് ലൈനുകൾ മാറ്റിസ്ഥാപിച്ചു. കുടിവെള്ള വിതരണം ഉടൻ പുനഃസ്ഥാപിക്കും. കാലപ്പഴക്കം ചെന്ന പൈപ്പ് ലൈനുകൾ മാറ്റിസ്ഥാപിക്കാനുള്ള പദ്ധതി സാങ്കേതിക അനുമതിക്കായി സമർപ്പിച്ചിട്ടുണ്ട്. കടയ്ക്കൽ ബ്യൂറോയുടെ റിപ്പോർട്ട്. മടത്തറ ശിവൻമുഖിന് സമീപം ജലവിതരണ പൈപ്പിലുണ്ടായ തകർച്ച വെള്ളിയാഴ്ച രാത്രിയോടെ പരിഹരിച്ചു. പൈപ്പ് പൊട്ടലിനെ തുടർന്ന് ഒരാഴ്ചയിലേറെയായി ജലവിതരണം തടസ്സപ്പെട്ടിരിക്കുകയായിരുന്നു. കടയ്ക്കൽ താലൂക്ക് ആശുപത്രി, ഫയർ സ്റ്റേഷൻ, ചടയമംഗലം, ചിതറ, അരിപ്പ, ഇലവുപാലം എന്നിവിടങ്ങളിലേക്ക് ശുദ്ധജലം എത്തിക്കുന്നത് ഇവിടെ നിന്നാണ്. പൈപ്പ് ലൈനുകളുടെ കാലപ്പഴക്കമാണ് തകർച്ചയ്ക്ക് കാരണം. ഉന്നത മർദ്ദത്തിൽ വെള്ളം പമ്പ് ചെയ്താൽ പൈപ്പുകൾ പൊട്ടുന്നത് പതിവാണ്. ഇക്കാരണത്താൽ മർദ്ദം കുറച്ചു മാത്രമേ പമ്പിംഗ് സാധ്യമാകൂ. ഇത് പദ്ധതിയുടെ വിദൂര പ്രദേശങ്ങളിൽ വെള്ളം എത്തിക്കുന്നതിന് തടസ്സമുണ്ടാക്കുന്നു. മൈലമൂട് പമ്പ് ഹൌസിൽ നിന്നും മടത്തറ മേലേമുക്കിലെ ശുദ്ധീകരണശാല വരെയുള്ള പൈപ്പുകൾ മാറ്റിസ്ഥാപിച്ചാലേ പൂർണ്ണമായ ജലവിതരണം സാധ്യമാകൂവെന്നാണ് വിലയിരുത്തൽ. വകുപ്പ് തലത്തിലെ അനാസ്ഥയാണ് പൈപ്പ് മാറ്റൽ വൈകിപ്പിക്കുന്നത്. കൃത്യസമയത്ത് ബില്ലുകൾ മാറിക്കിട്ടാത്തതിനാൽ കരാറുകാർ അറ്റകുറ്റപ്പണികൾ ഏറ്റെടുക്കാൻ തയ്യാറാകുന്നുമില്ല. ഇക്കാരണത്താൽ ആഴ്ചകളോളം പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നതും പതിവ് സംഭവമാണ്. പദ്ധതി തകർച്ചയിലായതിനെ തുടർന്ന് പരാതികൾ ഉയർന്നതോടെ മിക്ക ഉദ്യോഗസ്ഥരും ഇവിടെ നിന്നും സ്ഥലം മാറിപ്പോയി. നിലവിൽ പദ്ധതി നടത്തിപ്പിന് AEയുടെ സേവനം ലഭ്യമല്ല. ഓവർസിയറും ഡ്രാഫ്റ്റ്സ്മാനും ക്ലർക്കും പിയൂണുമാണ് ഇവിടെയുള്ള ജീവനക്കാർ.
വാഹനമില്ലെങ്കിലും ഒരു ഡ്രൈവറുമുണ്ട്. പൈപ്പ് മാറ്റുന്നതിന് മുൻപ് പലതവണ മേലധികാരികൾക്ക് ഇത് സംബന്ധിച്ച് രേഖകൾ അയച്ചിട്ടുണ്ടെങ്കിലും നടപടിക്രമങ്ങൾ ഇനിയുമുണ്ടായിട്ടില്ല. കുടിവെള്ളക്ഷാമം രൂക്ഷമായതോടെ MLAയുടെയും ജില്ലാ കളക്ടറുടെയും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരുടെയും സാന്നിധ്യത്തിൽ നടന്ന യോഗത്തിൽ പൈപ്പ് മാറ്റുന്നതിനും കുടിവെള്ള വിതരണം ആരംഭിക്കുന്നതിനുമുള്ള നടപടികൾ തുടങ്ങിയിട്ടുണ്ട്. ടെൻഡർ നടപടികൾ പൂർത്തിയായതായും സാങ്കേതിക അനുമതി ലഭ്യമാക്കുന്നതിന് MLAയുമായി ബന്ധപ്പെട്ട് സർക്കാരിൽ സമ്മർദ്ദം നടത്തിയതായും ചിതറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S. മുരളീധരൻ നായർ പറഞ്ഞു. പമ്പ് 25 വർഷം പഴക്കമായ പമ്പുകളാണ്. പോഴ്സ് തുറക്കുമ്പോൾ പമ്പ് പൊട്ടുന്നു. അതുകൊണ്ട് വെള്ളം എല്ലാ ഭാഗത്തും എത്തിക്കാൻ കഴിയുന്നില്ല എന്നുള്ളൊരു പരാതി ഉണ്ട്. സംസ്ഥാന ഗവൺമെന്റുമായി ബന്ധപ്പെട്ടപ്പോഴത്തേക്ക് പൈപ്പ് മാറ്റിവെക്കുന്നതിനുള്ള പൈസ 3.5 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. അതിന്റെ ടെൻഡർ നടപടിയായി TS കിട്ടുന്നതിനുള്ള താമസമാണുള്ളത്. TS എത്രയും പെട്ടെന്ന് വാങ്ങി തരുന്നതിന് MLAയുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റ് സമ്മർദ്ദം ചെലുത്തുന്നതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. കുടിവെള്ളം ക്ഷാമം പരിഹരിക്കുവാൻ ഫോഴ്സ് കുറച്ചെങ്കിലും ഉടൻ തന്നെ തുറക്കണമെന്ന് പഞ്ചായത്ത് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് കഴിഞ്ഞ ആഴ്ച MLA വിളിച്ചു കൂട്ടിയ കോൺഫറൻസിലെ തഹസിൽദാരുമായി ബന്ധപ്പെട്ട് മാർച്ച് മാസം 1-ാം തീയതി മുതൽ ടാങ്കർ ലോറിയിൽ പഞ്ചായത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും കുടിവെള്ളം എത്തിക്കുന്നതിനുള്ള പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ട നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട കേരള സംസ്ഥാന ഗവൺമെന്റ് അടിയന്തരമായി വിളിച്ചു കൂട്ടിയ മീറ്റിംഗിലാണ് 1-ാം തീയതി വെള്ളം വിതരണം ചെയ്യാനുള്ള തീരുമാനം എടുത്തിട്ടുള്ളത്. പദ്ധതിയുടെ ഗുണം കൂടുതൽ പ്രയോജനപ്പെടുന്നത് ചിതറ ഗ്രാമപഞ്ചായത്തിലാണ്. കുടിവെള്ളക്ഷാമം രൂക്ഷമായതോടെ അടുത്ത മാസം ആദ്യം മുതൽ ടാങ്കറുകൾ വഴി ശുദ്ധജലം വിതരണം ചെയ്യാൻ തീരുമാനിച്ചതായും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കടയ്ക്കൽ. കാർഷിക മേഖലയിലെ ഉത്പാദന വർധനവിന് ഊന്നൽ നൽകി പത്തനാപുരം ബ്ലോക്ക് പഞ്ചായത്തിന്റെ ബജറ്റ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് S. മുഹമ്മദ് അസ്ലം ബജറ്റ് അവതരിപ്പിച്ചു. കാർഷിക മേഖലയിലെ ഉൽപാദന വർധനവിന് ഊന്നൽ നൽകിയും വിവിധ മേഖലയിൽ തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിച്ചും മലയോര മേഖലയെ വികസനത്തിലേക്കും പുരോഗതിയിലേക്കും നയിക്കുമെന്ന് മുഹമ്മദ് അസ്ലം ബജറ്റിലൂടെ പറഞ്ഞു. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിനും മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രവർത്തനങ്ങൾ ഊർജിതപ്പെടുത്തുന്നതിനും 2014-15 സാമ്പത്തിക വർഷത്തിൽ കുടിവെള്ള സ്രോതസ്സുകളുടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ, മഴവെള്ള സംഭരണി നിർമ്മാണം, പൊതുസ്ഥലങ്ങളിൽ മാലിന്യ നിർമ്മാർജ്ജന കമ്പോസ്റ്റുകൾ സ്ഥാപിക്കൽ എന്നിവയ്ക്കും ബജറ്റിൽ സ്ഥാനം നൽകിയിട്ടുണ്ട്. നടപ്പുവർഷം 2339 കുടുംബങ്ങൾക്ക് 100 ദിനം തൊഴിൽ നൽകുന്നതിനും സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളെ പരമാവധി പ്രോത്സാഹിപ്പിക്കുന്നതിനും പോഷകാഹാര വിതരണം കാര്യക്ഷമമാക്കുന്നതിനും അംഗൻവാടികളുടെ ഭൌതിക സൌകര്യം മെച്ചപ്പെടുത്തുന്നതിനും ബജറ്റിൽ ഊന്നൽ നൽകുന്നുണ്ട്. പത്തനാപുരം ബ്ലോക്ക് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന ബജറ്റ് അവതരണ യോഗത്തിൽ BDO സൌമ്യ ഗോപാലകൃഷ്ണൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഫാത്തിമ ഖാൻ എന്നിവർ പങ്കുകൊണ്ടു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പത്തനാപുരം ബ്ലോക്ക് പഞ്ചായത്തിൽ ബജറ്റ് അവതരണത്തിനിടെ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധക്കാർ തള്ളിക്കയറിയതിനെ തുടർന്ന് അരമണിക്കൂറോളം ബജറ്റ് അവതരണം തടസ്സപ്പെട്ടു. 2013-14 വർഷത്തിലെ ബജറ്റ് ബ്ലോക്ക് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ വൈസ് പ്രസിഡന്റ് S. മുഹമ്മദ് അസ്ലാം അവതരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് MS. പ്രദീപ് കുമാറിന്റെ നേതൃത്വത്തിൽ ഒരുപറ്റം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധവുമായി ഹാളിലേക്ക് തള്ളിക്കയറിയത്. ബ്ലോക്ക് പഞ്ചായത്തിന്റെ അധീനതയിലുള്ള ആംബുലൻസ് 2 വർഷക്കാലമായി ഉപയോഗശൂന്യമായി തുരുമ്പെടുത്ത് നശിക്കുകയാണ്. ആംബുലൻസ് നാടിന് ഗുണപ്പെടാതെ തുരുമ്പെടുത്ത് നശിച്ചിട്ടും അനങ്ങാപ്പാറ നയം സ്വീകരിക്കുന്ന ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ പ്രതിഷേധിച്ചുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് ബജറ്റ് അവതരണ വേദിയിലേക്ക് തള്ളിക്കയറിയത്. നിവേദനപരമായിട്ട് തന്നേക്കുന്ന ആവശ്യങ്ങൾ ബജറ്റ് അവതരണത്തിനിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മുദ്രാവാക്യമുയർത്തി ഹാളിലേക്ക് തള്ളിക്കയറിയതോടെ അരമണിക്കൂറോളം ബജറ്റ് അവതരണം തടസ്സപ്പെട്ടു. യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം ശക്തമായതോടെ ബ്ലോക്ക് പ്രസിഡന്റ് ആശാ ശശിധരൻ, BDO സൌമ്യ ഗോപാലകൃഷ്ണൻ എന്നിവരുമായി വാക്കേറ്റമുണ്ടായി. 2 വർഷമായി ഉപയോഗശൂന്യമായി കിടക്കുന്ന ബ്ലോക്ക് പഞ്ചായത്തിന്റെ അധീനതയിലുള്ള ആംബുലൻസ് ഉപയോഗപ്രദമാക്കി സർവീസ് നടത്തുക, IAY ഭവന പദ്ധതിയുടെ 2012-13 ഗുണഭോക്താക്കളുടെ 3ാം ഘട്ട ഗഡു വിതരണം ചെയ്യുക, താലൂക്ക് ആശുപത്രിയിലെ പുതിയ കെട്ടിടത്തിൽ കിടത്തി ചികിത്സ ആരംഭിക്കുക, വരൾച്ചാ ദുരിതാശ്വാസ പ്രവർത്തനം ശക്തമാക്കുക, കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുക, ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയിലെ അഴിമതി അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ബ്ലോക്ക് പഞ്ചായത്തിലെ ബജറ്റ് അവതരണം തടസ്സപ്പെടുത്തിയത്. പത്തനാപുരത്തെ സ്വകാര്യ ആംബുലൻസ് ലോബിയെ സഹായിക്കാൻ വേണ്ടിയാണ് ബ്ലോക്ക് പഞ്ചായത്ത് ആംബുലൻസ് സർവീസ് നടത്താത്തതെന്ന് MS. പ്രദീപ് കുമാർ ആരോപിച്ചു. ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ ഉള്ള CSAയും എല്ലായിടത്തും അവരുടെ ഭരണം ഉപയോഗിച്ച് അഴിമതികൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കിടത്തി ചികിത്സ എന്ന് പറയുന്ന സമ്പ്രദായമില്ല.
ഉച്ചവരെ ഡോക്ടർ ചികിത്സിച്ച് കഴിഞ്ഞ് കഴിഞ്ഞ് വരുന്ന പേഷ്യൻസിനെ പുനലൂർ പോയി അവിടെ ചികിത്സ തേടാൻ പറഞ്ഞു വിടുക. അതുമല്ല ഇവിടെ ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള ആംബുലൻസ് നിരവധി തവണ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം ഉന്നയിച്ചിട്ട് പോലും ഈ ആംബുലൻസ് സാധാരണക്കാർക്ക് വേണ്ടി തുറന്നു കൊടുക്കുക, സാധാരണക്കാർക്ക് വേണ്ടി സർവീസ് നടത്തുവാൻ അവർ തുനിയുന്നില്ല. അപ്പോൾ ഈ ബഡ്ജറ്റിൽ സാധാരണക്കാർക്ക് വേണ്ടി എന്ത് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. 903 പേർക്ക് 50,000 രൂപ വെച്ച് കൊടുക്കാറുണ്ട്. കഴിഞ്ഞ 2012-13 വാർഷികത്തിലെയും 50,000 രൂപ വെച്ച് 903 ആളുകൾക്ക് ഇതുവരെയും കൊടുത്തിട്ടില്ല. ഈ ബ്ലോക്കിന്റെ കീഴിലുള്ള 9 പഞ്ചായത്തുകളിലും ആളുകൾ നിരന്തരം ബ്ലോക്ക് പഞ്ചായത്തും താലൂക്ക് ഓഫീസുമായിട്ട് കയറി ഇറങ്ങി നടക്കുകയാണ്. ഇപ്പോൾ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ, ഞങ്ങളത് ഗവൺമെന്റാണ് അതിന്റെ ഉത്തരവാദിയെന്ന്. ഗവൺമെന്റ് അന്നേ പറഞ്ഞു സഹകരണ സംഘങ്ങളിൽ നിന്ന് വായ്പ എടുത്ത് ഉത്തരവാദിത്തപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്ത് കൊടുക്കണം. ഇപ്പം പ്രസിഡന്റ് പറയുന്നത് അത് ക്യാൻസൽ ചെയ്തെന്നാണ്. കോൺഗ്രസ് നേതാവ് ജയൽ നസീർ, നെൽസൺ തോമസ് എന്നിവർ പ്രതിഷേധിച്ചു. യൂത്ത് കോൺഗ്രസ് പത്തനാപുരം നിയോജകമണ്ഡലം പ്രസിഡന്റ് MS പ്രദീപ് കുമാർ, പാർലമെന്റ് സെക്രട്ടറി നെൽസൺ തോമസ്, ജയൽ നസീർ, ലാലുമോൻ, MA സലാൽ, MA സലാം, O പൊന്നച്ചൻ, സാജു ഖാൻ, വിഷ്ണു മഞ്ചള്ളൂർ എന്നിവർ സന്നിഹിതരായിരുന്നു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. ജ്യേഷ്ഠത്തെയും ഭർത്താവും ചേർന്ന് വിധവയായ സ്ത്രീയെ ആക്രമിച്ചതായി പരാതി. കൈക്ക് സാരമായി പരിക്കേറ്റ വീട്ടമ്മയെ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കലയപുരം പൂവറ്റൂർ കിഴക്ക് വൃന്ദാവനം ജംഗ്ഷനിൽ ചരുവിളപ്പുത്തൻ വീട്ടിൽ പരേതനായ ശശിധരൻ പിള്ളയുടെ ഭാര്യ സരളമ്മയാണ് പരാതിക്കാരി. സമീപത്ത് താമസിക്കുന്ന സരളമ്മയുടെ സഹോദരി ആനന്ദവല്ലിയും ഭർത്താവ് രാധാകൃഷ്ണ പിള്ളയും മക്കൾ രജനീകൃഷ്ണ എന്നിവരാണ് സരളമ്മയെ മർദ്ദിച്ചതായി പരാതിയുള്ളത്. വസ്തുസംബന്ധമായ തർക്കമാണ് മർദ്ദനത്തിന് കാരണമായതെന്ന് സരളമ്മ പറയുന്നു. പോലീസ് പറഞ്ഞു, നിന്റെ കള്ളത്തരമാണ് ഇത്, ഒരു മൊഴി ഇതിന് നിനക്കെടുക്കാനില്ല, നീ കുറെ അടവാ കുറെ നാളുകൊണ്ട് കാണിക്കുന്നത്, ചുമ്മാതാ എന്ന് പറഞ്ഞു അടിച്ച് അവിടെ കിടന്നപ്പോ 8:30 മണിക്ക് വീണ് ഞാൻ കിടന്നു. 12 മണി വരെ ഞാൻ ആ വഴി സ്ഥലത്തേക്ക് കിടന്നു. പോലീസ് എന്നോട് പറഞ്ഞു, നിന്റെ കള്ളത്തരമടി ഇത്, നീ കുറെ അടവ് കാണിക്കും, അവരുടെ മതിലും തട്ടിപ്പൊട്ടിച്ച് നീ വഴി സ്ഥലമാണെന്നും പറഞ്ഞിട്ട് നീ ഇവിടെ വന്ന് കിടക്കുന്നു, എനിക്ക് ജീവൻ വേണമെങ്കിൽ വന്ന് ഞങ്ങൾക്ക് മൊഴി തന്നു, ഇല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ നീ ഇവിടെ കിടന്ന് വാടത്തേ ഉള്ളൂ, പേരെനിക്ക് അഡീഷനായി സയ്യ. എന്നിട്ട് എന്റെ അനിയത്തിയുടെ മോളും അനിയത്തി എന്റെ അമ്മയും ഉൾപ്പെടെ ഞാൻ അതിനകത്തിട്ട് അറിഞ്ഞു വാരി, പശുവിന്റെ കോമാളി വാരി വായിക്കാത്തിട്ട് കൊടുക്കടി, കല്ലും മണ്ണും വാരി വായിക്കാത്തിട്ട് കൊടുക്കടി. അതിനകത്തുള്ള കവിലെന്ന് പറഞ്ഞ മോനെ പറഞ്ഞു, നെഞ്ചത്തോട്ടൊരു സിമന്റ് കട്ട എടുത്ത് വെക്കുക, അവളിപ്പം പ്രതിയാവും. കഴിഞ്ഞ ശനിയാഴ്ച വൈകിട്ടോടെ നടന്ന അക്രമ വിവരം പുത്തൂർ പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചെങ്കിലും മൊഴി രേഖപ്പെടുത്തി കേസെടുക്കാൻ പോലീസ് തയ്യാറായില്ലെന്ന് വീട്ടമ്മ ആരോപിക്കുന്നു. പോലീസിന്റെ നടപടിക്കെതിരെ വകുപ്പ് മന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ട്. മർദ്ദനത്തിൽ വലതുകൈക്ക് സാരമായി പരിക്കേറ്റ വീട്ടമ്മ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. കുടിവെള്ളക്ഷാമം നേരിടുന്ന പ്രദേശത്തെ ഉപേക്ഷിക്കപ്പെട്ട കുളം വൃത്തിയാക്കി നൽകി തൊഴിലുറപ്പ് തൊഴിലാളികൾ മാതൃകയായി. തലവൂർ പഞ്ചായത്തിലെ ഞാറക്കാട് ചാമലങ്കുന്നംകൊടി ചിറയാണ് വൃത്തിയാക്കി നൽകിയത്. വർഷങ്ങളായി ശുചീകരണമില്ലാതെ കാടുകയറിയും ചെളി നിറഞ്ഞും ഉപേക്ഷിക്കപ്പെട്ടിരുന്ന ചിറയായിരുന്നു ഇത്. തലവൂർ പഞ്ചായത്തിലെ ഉയർന്ന പ്രദേശമായ ഇവിടെ വേനൽക്കാലത്ത് കിണറുകളിലെയും തോടുകളിലെയും വെള്ളം വറ്റും. പഞ്ചായത്തിൽ നിന്നും ടാങ്കറുകളിൽ എത്തിക്കുന്ന കുടിവെള്ളമാണ് പ്രദേശവാസികളുടെ ആശ്രയം. ടാങ്കറുകളിൽ എത്തിക്കുന്ന വെള്ളവും തികയാതെ വരുമ്പോൾ ഈ കുളത്തിനെയാണ് ഏറെ പേരും ആശ്രയിച്ചിരുന്നത്. എന്നാൽ വർഷങ്ങളായി ശുചീകരണമില്ലാതെ കുളം ഉപേക്ഷിക്കപ്പെട്ടു. കടുത്ത വേനലിലും വറ്റാത്ത 3 കിണറുകൾ ഈ ചിറയിലുണ്ട്. 50-ലധികം തൊഴിലാളികളുടെ നേതൃത്വത്തിൽ ചിറയിലെ കാടുകളും ഭൂരിഭാഗം ചെളിയും കഴിഞ്ഞ ദിവസം നീക്കം ചെയ്തു. 2 ദിവസമായി ശുചീകരണ പ്രവൃത്തികൾ പുരോഗമിക്കുകയാണ്. കുളം ശുചീകരിക്കപ്പെടുന്നതോടെ പ്രദേശത്തെ കുടിവെള്ളക്ഷാമത്തിന് ഒരു പരിധിവരെ പരിഹാരമുണ്ടാക്കാൻ കഴിയുമെന്നാണ് ഇവരുടെ വിശ്വാസം. പഞ്ചായത്തിന്റെ അടിസ്ഥാനത്തിൽ ഇതെടുത്ത് തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം വാർഡ് മെമ്പർ അത് കൂടി ഞങ്ങളിത് ശരിയാക്കാനുള്ള പദ്ധതി ഒരുങ്ങിയതാണ്. വെള്ളം കിട്ടുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. കാട് മൂടിക്കിടക്കുകയായിരുന്നു. അപ്പോൾ ചിറ ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന് വൃത്തിയാക്കുന്നു. കുടിവെള്ളക്ഷാമം ആയതിന്റെ പേരിൽ ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന് ഇന്ന് ഈ ചിറ വൃത്തിയാക്കാൻ തീരുമാനിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് പ്രാധാന്യം നൽകി കൊട്ടാരക്കര ബ്ലോക്ക് പഞ്ചായത്തിൽ ബജറ്റ് അവതരിപ്പിച്ചു. 35 കോടി രൂപ വരവും 35 കോടി രൂപ ചിലവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് വൈസ് പ്രസിഡന്റ് S വസന്തകുമാരി അവതരിപ്പിച്ചത്.
ഭവന നിർമ്മാണ മേഖലയ്ക്ക് പ്രാധാന്യം നൽകുന്ന ബജറ്റിൽ ദരിദ്ര വിഭാഗത്തിൽപ്പെട്ടവരുടെ ഭവന നിർമ്മാണത്തിനായി 4.8 കോടി രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്. സമഗ്ര ആടുവളർത്തൽ പദ്ധതിക്കായി 5 ലക്ഷവും കോഴി വളർത്തൽ പദ്ധതിക്കായി 6 ലക്ഷം രൂപയും വാഴകൃഷി പ്രദർശനത്തോട്ടത്തിനായി 4 ലക്ഷം രൂപയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഗ്രൂപ്പുകൾക്ക് പശുക്കളെ വളർത്തുന്ന പദ്ധതിക്കായി 10 ലക്ഷം രൂപയും പാലിയേറ്റീവ് കെയർ യൂണിറ്റ് പ്രവർത്തനങ്ങൾക്കായി 16 ലക്ഷം രൂപയും കുടിവെള്ള പദ്ധതിക്കായി 12 ലക്ഷം രൂപയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററുകളുടെ അറ്റകുറ്റപ്പണികൾക്കായി 10 ലക്ഷവും താലൂക്ക് ആശുപത്രിയിലെ അറ്റകുറ്റപ്പണികൾക്കായി 15,20,000 രൂപയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷൈല സലീംലാലിന്റെ അധ്യക്ഷതയിൽ വൈസ് പ്രസിഡന്റ് എസ് വസന്തകുമാരിയാണ് ബജറ്റ് അവതരിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. കാൽപന്ത് കളിയുടെ ലോകത്ത് കായിക താരങ്ങൾക്ക് ആത്മവിശ്വാസം പകരുന്നത് കുന്നിക്കോട് സ്വദേശിയായ നിഷാദ് എന്ന യുവാവാണ്. നിരവധി സംസ്ഥാന ദേശീയ മത്സരങ്ങളിൽ വിജയം നേടിയ ടീമുകൾക്കൊപ്പം ഫിസിയോതെറാപ്പിസ്റ്റായി പ്രവർത്തിച്ചിട്ടുണ്ട് നിഷാദ്. പത്തനാപുരം ബ്യൂറോയുടെ റിപ്പോർട്ട്. സംസ്ഥാന ദേശീയ തലത്തിലെ പ്രമുഖ ഫുട്ബോൾ ടീമുകളുടെ സ്പോർട്സ് ഫിസിയോതെറാപ്പിസ്റ്റായി പ്രവർത്തിക്കുന്നത് കുന്നിക്കോട് സ്വദേശിയായ നിഷാദാണ്. കാൽപന്ത് കളിയുടെ ലോകത്ത് മികച്ച താരങ്ങളെ രൂപപ്പെടുത്തുന്നതിൽ ഫുട്ബോൾ കോച്ചുകൾക്കൊപ്പം ഫിസിയോതെറാപ്പിസ്റ്റുകളും മുഖ്യ പങ്കാണ് വഹിക്കുന്നത്. ഫുട്ബോൾ ലോകത്തെ കായിക താരങ്ങൾക്ക് മാർഗനിർദ്ദേശം നൽകി ആത്മവിശ്വാസം പകരുന്നത് ഇത്തരം ഫിസിയോതെറാപ്പിസ്റ്റുകളാണ്. 2012 റണ്ണേഴ്സ് കപ്പ് നേടിയ കേരള യൂണിവേഴ്സിറ്റി ടീമിനു വേണ്ടിയും 2013 ജേതാക്കളായ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ടീമിനു വേണ്ടിയും ട്രാവൻകൂർ ടൈറ്റാനിയത്തിനു വേണ്ടിയും ഫിസിയോതെറാപ്പിസ്റ്റായി പ്രവർത്തിച്ചിട്ടുണ്ട് ഈ യുവാവ്. ഒട്ടനവധി ഇന്റർ ടീം മത്സരങ്ങളുടെ ടീം ഫിസിയോതെറാപ്പിസ്റ്റ് കൂടിയാണ് ഈ യുവാവ്. കൂടാതെ രാജ്യത്തിനു പുറത്തും നിഷാദ് തന്റെ സേവനം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. 1.5 വർഷക്കാലം സൗദി അറേബ്യയിലെ സ്റ്റുഡന്റ്സ് ഇന്ത്യ ഫുട്ബോൾ ടീമിന്റെ ഫിസിയോതെറാപ്പിസ്റ്റായി സേവനമനുഷ്ഠിച്ചിരുന്നു. ഈ രംഗത്ത് തന്നെ കൂടുതൽ സജീവമാവുകയാണ് തന്റെ ലക്ഷ്യമെന്ന് നിഷാദ് കുന്നിക്കോട്ടെ വസതിയിൽ പറഞ്ഞു. ഫുട്ബോൾ ക്ലബ്ബ് പത്തനാപുരത്തിൻ്റെ ടീം ഫിസിയോയായിട്ട് ഫിസിയോതെറാപ്പിസ്റ്റായിട്ട് എനിക്ക് സേവനം അനുഷ്ഠിക്കാൻ കഴിഞ്ഞു. അതിലൂടെ കൊല്ലം ഡിവിഷനിൽ ടീം അങ്ങനെ വിൻ ചെയ്യുകയുണ്ടായി. അതിനുശേഷം എനിക്ക് ട്രാവൻകൂർ ടൈറ്റാനിയത്തിലൂടെ ട്രിവാൻഡ്രത്തെ അതിൽ നാഷണൽ ബി ഡിവിഷനിൽ ടീമിന് വേണ്ടി കേരളത്തെ പ്രതിനിധീകരിച്ചിട്ടുണ്ട്. പോകുന്നതിന് ട്രാവൻകൂർ ടൈറ്റാനിയത്തിന് വേണ്ടി പോകാൻ കഴിഞ്ഞു. അതിനുശേഷമാണ് എനിക്ക് യൂണിവേഴ്സിറ്റി ലെവലിലോട്ട് ഇന്റർ യൂണിവേഴ്സിറ്റി നാഷണൽ ഫുട്ബോൾ ലെവലിലോട്ടുള്ള യൂണിവേഴ്സിറ്റി ബേസ്ഡ് ആയിട്ട് യൂണിവേഴ്സിറ്റികൾക്ക് വേണ്ടി കളിക്കുന്നതിനൊരു അവസരം ടീം ഫിസിയായിട്ട് വർക്ക് ചെയ്യുന്നതിന് അവസരം ഉണ്ടായിട്ടുണ്ട്. കാൽപന്ത് കളിയുടെ ലോകത്തെ രാജകുമാരന്മാരെ സൃഷ്ടിക്കുന്നതിൽ കുന്നിക്കോട്ടുകാരനായ ഈ യുവാവ് വഹിക്കുന്ന പങ്ക് വേണ്ട രീതിയിൽ പുറം ലോകം അറിഞ്ഞിട്ടില്ല. എന്നാൽ രാജ്യത്തെ പ്രമുഖ ഫുട്ബോൾ ടീമുകളിലെ കായിക താരങ്ങളുടെ ശാരീരിക ക്ഷമത പരിശോധിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും നിഷാദ് വഹിച്ചിട്ടുള്ള പങ്ക് പരക്കെ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഈ രംഗത്തെ മികച്ച സേവനത്തിന് ഒട്ടനവധി സർട്ടിഫിക്കറ്റുകളും പുരസ്കാരങ്ങളും ഈ യുവാവിന് ലഭിച്ചിട്ടുമുണ്ട്. കുന്നിക്കോട് കാവൽപുര പുളിവിള വീട്ടിൽ അബ്ദുൽ ലത്തീഫിന്റെയും മാജിദയുടെയും മകനാണ്. ഷെറീനയാണ് ഭാര്യ. നൈഫ ഏക മകളാണ്. നെസ്മൽ സഹോദരനാണ്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. KSEB കരാർ തൊഴിലാളി ഫെഡറേഷന്റെ നേതൃത്വത്തിൽ വൈദ്യുതി ഭവനിലേക്ക് മാർച്ച് നടത്തുന്നു. മാർച്ചിന് മുന്നോടിയായുള്ള ജില്ലാ സമര പ്രചരണ ജാഥയ്ക്ക് പുനലൂരിൽ സ്വീകരണം നൽകി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് KSEB കരാർ തൊഴിലാളി ഫെഡറേഷന്റെ നേതൃത്വത്തിൽ മാർച്ച് 1 വൈദ്യുതി ഭവനിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിക്കുന്നു. ഇതിനു മുന്നോടിയായാണ് ജില്ലയിലെ സമരപ്രചരണ ജാഥ വെള്ളിയാഴ്ച പുനലൂരിലെത്തിയത്. കമ്പനിവൽക്കരണത്തിന്റെ ഭാഗമായി രൂപപ്പെടുത്തുന്ന ത്രികക്ഷി കരാറിൽ കരാർ തൊഴിലാളികളെ സംരക്ഷിക്കുന്നതിനുള്ള വ്യവസ്ഥകൾ ഉൾപ്പെടുത്തുക, 2013 ജൂൺ 19, 20 തീയതികളിലെ പണിമുടക്ക് വ്യവസ്ഥകൾ പാലിക്കുക, ലേബർ ഡാറ്റ പരിഷ്കരിക്കുക, ജോലി സുരക്ഷിതത്വവും സേവനവേതന വ്യവസ്ഥകളും ഉറപ്പു നൽകുന്ന സംരക്ഷണ നിയമം നടപ്പിലാക്കുക, അപകടത്തിനിരയാകുന്ന തൊഴിലാളികളെ സംരക്ഷിക്കുക, ചികിത്സാ ചെലവ് പൂർണ്ണമായും ബോർഡ് ഏറ്റെടുക്കുക, അപകട മരണത്തിനിടയാകുന്ന തൊഴിലാളി കുടുംബത്തെ സംരക്ഷിക്കാൻ ആശ്രിത നിയമനം നടപ്പാക്കുക, തൊഴിലാളികളെ ഘട്ടം ഘട്ടമായി സ്ഥിരപ്പെടുത്താനുള്ള അടിയന്തര പദ്ധതി നടപ്പാക്കുക, സ്വകാര്യവൽക്കരണം ലക്ഷ്യമിട്ട് വൈദ്യുതി മേഖലയിൽ നടത്തുന്ന തൊഴിലാളി വിരുദ്ധ പരിഷ്കാരങ്ങൾ അവസാനിപ്പിക്കുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് KKTF സമരരംഗത്തുള്ളത്. പുനലൂരിൽ നടന്ന യോഗത്തിൽ KKTF കൊല്ലം ജില്ലാ വൈസ് പ്രസിഡന്റ് അധ്യക്ഷനായിരുന്നു. ജില്ലാ പ്രസിഡന്റ് മോഹൻലാൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പുതിയ പദ്ധതികൾക്ക് തടസ്സമായി നിൽക്കുന്നത് പരിസ്ഥിതി മൌലികവാദികളാണെന്നും പുതിയ പദ്ധതികൾ വന്നാൽ മാത്രമേ വൈദ്യുതി ക്ഷാമത്തിന് പരിഹാരമാകൂവെന്നും മോഹൻലാൽ പറഞ്ഞു. 20-40% മാത്രമേ നമ്മൾ ഇവിടെ ഉത്പാദിപ്പിക്കുന്നുള്ളൂ. ബാക്കി കേന്ദ്ര പൂളിൽ നിന്ന് കിട്ടണം. ഇവിടെ ചില ഡീസൽ പ്രോജക്റ്റുകളുണ്ട്. ആ ഡീസൽ പ്രോജക്റ്റിൽ നിന്ന് കുറച്ച് വൈദ്യുതി കിട്ടും. ബാക്കി നമ്മൾ വില കൊടുത്ത് വാങ്ങണം. അങ്ങനെയാണ് ഇവിടെ പിടിച്ചു നിൽക്കുന്ന യാഥാർത്ഥ്യം. അത്രയ്ക്ക് വൈദ്യുതി രൂക്ഷമായ ക്ഷാമമാണുള്ളത്. ആ ക്ഷാമത്തിന് പരിഹാരം പുതിയ പദ്ധതികൾ വരിക എന്നുള്ളതാണ്, അല്ലാതെ വേറെ മാർഗമൊന്നുമില്ല. പുതിയ പദ്ധതികൾ വരുന്നതിന് തടസ്സമായി നിൽക്കുന്നത് ഇപ്പോൾ ഇവിടുത്തെ പരിസ്ഥിതി മൗലികവാദികൾ, പരിസ്ഥിതിക്കാരൻ നിങ്ങൾ പറയുന്നില്ല, പരിസ്ഥിതിയെ സംരക്ഷിക്കണം. പരിസ്ഥിതി മൗലികവാദികളുടെ അവരുടെ പ്രചരണത്തിന്റെ ഫലമായിട്ടാണ് ജലവൈദ്യുതി പറ്റി വന്നാൽ അവിടെ അപൂർവ സസ്യങ്ങളും അപൂർവ ജന്തുജാലങ്ങളും എല്ലാം നഷ്ടപ്പെടും. ആരാ പ്രചരിപ്പിക്കുന്നത്? ജന്തുജാലങ്ങളെയും
സസ്യങ്ങളെ എല്ലാം സംരക്ഷിക്കുക, അതെല്ലാം മാനവരാശിക്ക് ആവശ്യമാണ്. പക്ഷേ മനുഷ്യരെയും നോക്കാൻ കഴിയണം. അവിടെ ഒരു ഡാം വന്നു കഴിഞ്ഞാൽ ആ ഡാം ഉള്ളിടത്താണ് വനം സംരക്ഷിക്കപ്പെടുന്നത്. ഡാമില്ലാത്ത വിജനമായ വനപ്രദേശങ്ങളിലാണ് നാട്ടുകൊള്ള വനംകൊള്ള വളരെ ഭംഗിയായി നടക്കുന്നത്. വിജയചന്ദ്രൻ, എസ് ശശി, രഘുകുമാർ, നവീൻ, അരുൺകുമാർ, സുനിൽകുമാർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. വാഹനത്തിരക്കേറിയ പുനലൂർ കച്ചേരി റോഡിൽ നടപ്പാത നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ രംഗത്ത് വന്നു. ആവശ്യം പരിഗണിച്ചില്ലെങ്കിൽ സമരരംഗത്തിറങ്ങുമെന്നും മുന്നറിയിപ്പ്. വാഹന പെരുപ്പത്തിനനുസരിച്ച് റോഡിന്റെ വീതി വർദ്ധിപ്പിക്കാത്തത് കാരണം പുനലൂരിൽ വൻ ഗതാഗത കുരുക്കാണ് അനുഭവപ്പെടുന്നത്. താലൂക്ക് ആശുപത്രിയും കോടതിയും ഉൾപ്പെടെ മിക്ക സർക്കാർ ഓഫീസുകളും സ്ഥിതി ചെയ്യുന്ന കച്ചേരി റോഡിൽ നടപ്പാക്കിയ ഗതാഗത പരിഷ്കരണവും അശാസ്ത്രീയമായ പാർക്കിംഗും കാൽനടയാത്രക്കാരെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. ഇത് പരിഹരിക്കുന്നതിന് കച്ചേരി റോഡിൽ നടപ്പാത നിർമ്മിക്കണമെന്നാണ് ഡിവൈഎഫ്ഐയുടെ ആവശ്യം. PWDയുടെ അധീനതയിലുള്ള റോഡായതിനാൽ പൊതുമരാമത്ത് വകുപ്പ് അസിസ്റ്റന്റ് എഞ്ചിനീയർക്ക് നിവേദനം നൽകിയതായി ഡിവൈഎഫ്ഐ പുനലൂർ ബ്ലോക്ക് സെക്രട്ടറി ശരൺ ശശി അറിയിച്ചു. വാഹനങ്ങളുടെ എണ്ണം ദിനംപ്രതി വർദ്ധിച്ചു വരുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. എന്നാൽ അതനുസരിച്ചുള്ള വഴിയുടെ വീതിയോ മറ്റടിസ്ഥാന സൗകര്യങ്ങളോ കൂടാത്തത് മൂലം കാൽനടയാത്രക്കാർ നന്നേ ദുരിതം അനുഭവിക്കുകയാണ്. ഈ ഒരു അവസ്ഥ നമുക്ക് ഈ പുനലൂർ ഒഴിച്ച് ബാക്കി എല്ലാ പ്രദേശങ്ങളിലും കാൽനടയാത്രക്കാരുടെ സൗകര്യത്തിനായി ഈ പാതയോരങ്ങളിൽ നടപ്പാതകൾ നിർമ്മിക്കുന്ന ഒരു സമ്പ്രദായമുണ്ട്. എന്നാൽ പുനലൂരിൽ ഇത് കാണാൻ കഴിയാത്തൊരവസ്ഥയാണ്. ഇതിനെതിരെ പ്രത്യേകിച്ച് പുനലൂരിൽ നടപ്പാത വേണമെന്നുള്ളത് പുനലൂർ നിവാസികളുടെ ഏതാണ്ട് വർഷങ്ങളായിട്ടുള്ള ആവശ്യമാണ്. ഇപ്പൊ പുനലൂരിൽ നടപ്പാത വേണമെന്ന് പറയുമ്പോൾ അതിൽ ഏറ്റവും അത്യാവശ്യമായി നടപ്പാത വേണ്ടത് പുനലൂർ കച്ചേരി റോഡിലാണ്. ഇപ്പോൾ വാഹനങ്ങൾക്കോ കാൽനട യാത്രക്കാർക്കോ സഞ്ചരിക്കാനൊക്കാത്തൊരവസ്ഥയാണ്. ഈ ഒരു അവസ്ഥയെല്ലാം പരിഗണിച്ചുകൊണ്ട് ഡിവൈഎഫ്ഐ പുനലൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇതൊരു പ്രക്ഷോഭം ഏറ്റെടുക്കാൻ വേണ്ടി തന്നെയാണ്. ആവശ്യം അടിയന്തരമായി പരിഗണിച്ചില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾ ആസൂത്രണം ചെയ്യുമെന്നും പ്രവർത്തകർ മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ബ്യൂറോ, പുനലൂർ. സംസ്ഥാനത്തെ നിരത്തുകളിൽ ടിപ്പർ ലോറികളുടെ സഞ്ചാര സമയം പുനഃക്രമീകരിച്ചു. ഹൈക്കോടതി നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന സർക്കാർ പുതിയ ഉത്തരവിറക്കിയത്. ഹൈക്കോടതി നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് പുതിയ ഉത്തരവ്. രാവിലെ 8 മുതൽ 10 വരെയും വൈകിട്ട് 3 മുതൽ 5 വരെയുമായിരുന്നു നേരത്തെ ടിപ്പറുകൾക്കും മറ്റും നിരോധനം ഏർപ്പെടുത്തിയിരുന്ന സമയക്രമം. എന്നാൽ ഈ സമയക്രമീകരണം നിർമ്മാണ മേഖലയെ സാരമായി ബാധിക്കുന്നുവെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പുതിയ സമയക്രമം നിശ്ചയിച്ചത്. പുതിയ ഉത്തരവ് പ്രകാരം രാവിലെ 9 മുതൽ 10 വരെയും രാവിലെ 4 മുതൽ 5 വരെയുമാണ് ടിപ്പർ സർവീസ് നിരോധിച്ചിരിക്കുന്നത്. മുൻകാലങ്ങളിൽ ടിപ്പറുകൾ നിയമലംഘനം നടത്തിയിരുന്നുവെങ്കിലും ഇത് നിയന്ത്രിക്കാൻ പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള നടപടികൾ കാര്യക്ഷമമായിരുന്നില്ല. സർക്കാരിന്റെ പുതിയ ഉത്തരവ് ലംഘിക്കുന്ന വാഹനങ്ങൾക്കെതിരെ പോലീസ് എന്ത് നടപടി സ്വീകരിക്കുമെന്ന കാര്യം കാത്തിരുന്നു കാണാം. ന്യൂസ് ബ്യൂറോ, കടയ്ക്കൽ. കേരള NGO യൂണിയൻ പത്തനാപുരം ഏരിയ സമ്മേളനം പുനലൂരിൽ നടന്നു. യൂണിയൻ സംസ്ഥാന സമിതി അംഗം സി അശോക് കുമാർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വെള്ളിയാഴ്ച NSS ഓഡിറ്റോറിയത്തിലാണ് സമ്മേളനം സംഘടിപ്പിച്ചത്. രാവിലെ 10:30 ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് R രാജൻ പതാക ഉയർത്തിയതോടെ സമ്മേളനത്തിന് തുടക്കമായി. തുടർന്ന് ചേർന്ന സമ്മേളനത്തിലും പ്രസിഡന്റ് അധ്യക്ഷനായി. ഏരിയ വൈസ് പ്രസിഡന്റ് ഷീന ഷാനവാസ് രക്തസാക്ഷി പ്രമേയം അവതരിപ്പിച്ചു. ജോയിന്റ് സെക്രട്ടറി P അജി അനുശോചന പ്രമേയവും സെക്രട്ടറി V സതീശൻ പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു. തുടർന്ന് സംസ്ഥാന കമ്മിറ്റി അംഗം സി അശോക് കുമാർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ചിതറയിൽ നിർമ്മാണം പൂർത്തിയാക്കിയ റോഡുകൾ നാടിന് സമർപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്തിന്റെ അധീനതയിലുള്ള റോഡുകളാണ് ഗതാഗതത്തിന് തുറന്നു നൽകിയത്. റീടാറിംഗ് പൂർത്തിയായ ഐരക്കുഴി നാടാർനട റോഡ്, കോൺക്രീറ്റ് നിർമ്മാണം പൂർത്തിയാക്കിയ മുതയിൽ പെരുവണ്ണാമൂല റോഡ് എന്നിവയുടെ ഉദ്ഘാടനം ചടയമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രൊഫസർ B ശിവദാസൻ പിള്ള നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഹുമയൂൺ കബീർ അധ്യക്ഷനായിരുന്നു. വാർഡ് അംഗം മധുര വിജയൻ സ്വാഗതം പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് അംഗം ആനന്ദകുസുമം, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മാജിദ യൂസഫ്, CPM നേതാവ് വിജയൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കടയ്ക്കൽ. പത്തനാപുരം ഇളമണ്ണൂർ ശ്രീ നാരായണപുരം മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഉത്സവാഘോഷത്തിന് തുടക്കമായി. 26 വൈകിട്ട് കൊടിയിറക്കത്തോടെ ആഘോഷം സമാപിക്കും. ക്ഷേത്രം തന്ത്രി കണ്ഠരര് രാജീവരരുടെ പ്രതിനിധി പ്രതീഷ് നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് തൃക്കൊടിയേറ്റ് നടന്നത്. ഈ മാസം 26, 27 തീയതികളിലാണ് പ്രധാന ഉത്സവം. ഉത്സവത്തിന്റെ 2ാം ദിവസമായ വെള്ളിയാഴ്ച ക്ഷേത്രം തന്ത്രി കണ്ഠരര് രാജീവരരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ കളഭാഭിഷേകം നടന്നു. 4ാം ഉത്സവ ദിനമായ 23-ന് വയലിൻ കച്ചേരിയും 5ാം ദിവസമായ തിങ്കളാഴ്ച കോട്ടയം സൂര്യകാലടി ഭജനി മണ്ഡലി അവതരിപ്പിക്കുന്ന ഭക്തിഘോഷലഹരി സംഗീത കച്ചേരിയും നടക്കും. പള്ളിവേട്ട ദിവസമായ 26-ന് കളഭാഭിഷേകവും കെട്ടുകാഴ്ചയും നടക്കും. വൈകിട്ട് 8-ന് കഥകളി അരങ്ങേറും. ആറാട്ട് ദിവസമായ വ്യാഴാഴ്ച രാവിലെ 7:30 മുതൽ ശങ്കരനാരായണ ദർശനം നടക്കും. തുടർന്ന് രാത്രി 7:30-ന് ആറാട്ടെഴുന്നള്ളത്തും തുടർന്ന് തൃക്കൊടിയിറക്കവും നടക്കും.
ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പത്തനാപുരം, കൊട്ടാരക്കര ബ്ലോക്ക് പഞ്ചായത്തുകളിൽ ബജറ്റ് അവതരണം. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും കാർഷിക മേഖലയ്ക്ക് ഊന്നൽ. പത്തനാപുരത്ത് ബജറ്റ് അവതരണത്തിനിടെ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം. ചിതറ കുടിവെള്ള പദ്ധതിയുടെ തകർച്ച പരിഹരിച്ചു. ജലവിതരണം ഉടൻ പുനഃസ്ഥാപിക്കുമെന്ന് അധികൃതരുടെ ഉറപ്പ്. പദ്ധതിയുടെ പൈപ്പ് ലൈനുകൾ പുനഃസ്ഥാപിക്കാൻ നടപടി തുടങ്ങി. സംസ്ഥാനത്തെ നിരത്തുകളിൽ ടിപ്പർ ലോറികളുടെ സഞ്ചാര സമയം പുനഃക്രമീകരിച്ചു. ഹൈക്കോടതി നിരീക്ഷണത്തിലാണ് സർക്കാരിന്റെ പുതിയ ഉത്തരവ്. വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം.